വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള നീക്കം അടുത്ത പാർലമെന്റ് സെഷൻ നടക്കാനിരിക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഈ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പിമാർ അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കണമെന്ന് KCBC ആവശ്യപ്പെട്ടു. അപ്പോൾ KCBCയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടാകുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ആ പ്രഖ്യാപനം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ കേട്ട് തഴമ്പിച്ചൊരു പ്രയോഗമാണ്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഇതുവരെ ക്രിസ്ത്യൻസ് കേരളത്തിലുള്ള ഒരു അടിമകളായിരുന്നു. അവർ UDF വോട്ട് ചെയ്യും, അല്ലെങ്കിൽ LDF വോട്ട് ചെയ്യും, വേറെ അതിനപ്പുറമൊന്നും ചിന്തിക്കുമായിരുന്നില്ല. അതായിരുന്നു ക്രിസ്ത്യൻസിൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഒരുതരം അടിമ മനോഭാവം, ചിലരോട് നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് എന്തോ ബാധ്യതയുള്ള പോലെയാണ് ക്രിസ്ത്യൻസ് പെരുമാറിയിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മോചനവും സ്വാതന്ത്ര്യവും കിട്ടുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ KCBC പ്രസിഡന്റ് കാർഡിനൽ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യാനായിട്ട് അനുകൂലമായി ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണം. ഇത് ഇപ്പോൾ ഈ ബജറ്റ് സെഷനോടനുബന്ധിച്ച് വരുന്ന പാർലമെൻറ്റിൻ്റെ മീറ്റിങ്ങിൽ ആ രീതിയിലായിരിക്കണം വോട്ട് ചെയ്യണേ. അതായത് ഭരണഘടനാനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഈ വഖഫിൻ്റെ കാര്യത്തിൽ അത് ഭേദഗതി ചെയ്യാനായിട്ട് ആൾക്കാർ ഇവിടുന്ന് പോകുന്ന പിമാർ ഇതിന് സപ്പോർട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിയമാനുസൃതമായിട്ടാണ് ഇപ്പോൾ ഈ മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ആൾക്കാർ ആ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്. അത് ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് അവർ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് ഭൂമി എന്തെങ്കിലും ലോൺ എടുക്കാനോ വേറെ ഒരു കാര്യത്തിനോ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ട് ഈ 610 കുടുംബങ്ങൾക്ക് ഉണ്ടാക്കിയിരുന്നു മുനമ്പത്ത്. പക്ഷേ അതൊന്നും മാനിക്കാതെ ഇപ്പോഴും വെറുതെ വാചകസപ്പ് നടത്തി അങ്ങനെ മുന്നേറുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഇതിപ്പോൾ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ കുറച്ച് ഭൂമി ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ കയറി ആരെങ്കിലും താമസിക്കുക, അവരോട് ഇറങ്ങി പോകാനൊന്നും പറയില്ല കുറേ നാളത്തേക്ക്. അതേപോലെയുള്ളൊരു താമസമായിട്ട് ഇവിടുത്തെ ഈ മുനമ്പത്തെ ആൾക്കാരുടെ അവസ്ഥ മാറി. അതാണ് പ്രശ്നം. അപ്പോൾ ഈ പ്രഖ്യാപനം ഈ കത്തോലിക്ക ബാവ നടത്തി കഴിയുമ്പോൾ KCBC അല്ലെങ്കിൽ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ അതിൽ മറ്റ് ആൾക്കാരും, അതായത് വൈസ് പ്രസിഡന്റ് ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ, സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല മുതലായവരൊക്കെ ഇതിന് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെന്നല്ല, എല്ലാവരും യുനാനിമസ് ആയിട്ട് ഇതിന് സപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് നാളിങ്ങനെ ചില ലത്തീൻ ബിഷപ്പ്മാരും ലത്തീൻ അച്ഛന്മാരൊക്കെ ഇങ്ങനെ ചില മുസ്ലിം സംഘടനകളുമായിട്ടൊക്കെ സഹകരിച്ചൊക്കെ സംസാരിക്കുകയും ഇതിനൊരു നിയമപരമായ ഇതിനൊരു റിക്കോഴ്സ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലത്തീൻ ബിഷപ്പ്മാരായാലും അവർക്ക് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഈ ഭയങ്കര അതിഭയാനകമായ ഈ അവസ്ഥ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ കാത്തലിക് ബിഷപ്സ് എന്ന് പറയുമ്പോൾ അതിൽ സിറിയൻ കാത്തലിക്സ് ഉണ്ട്, മലങ്കര സിറിയൻ ബിഷപ്സ് ഉണ്ട്, ലാറ്റിൻ കാത്തലിക്സ് ഉണ്ട്. ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കുറച്ച് നാൾ ഇത് കണ്ടില്ല എന്നുള്ളൊരു മട്ട് നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കും കണ്ണടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഇത് ബിഷപ്പ് സാധാരണ ഈ ബിഷപ്പ്മാരൊന്നും അങ്ങനെ വലിയ ഓപ്പണായിട്ടും ബ്ലണ്ടായിട്ടൊന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താറില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങും തൊടാത്ത സൂത്രത്തിൽ മയമായിട്ടേ പറയുള്ളൂ. പക്ഷെ ഇത് വളരെ കാറ്റഗോറിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരള പൊളിറ്റിക്സിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഇവിടെ നിന്ന് പോകുന്ന ഈ ഇപ്പം 20 MP വിചാരിക്കുക. 20 MP-മാരിൽ നിന്ന് നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നത് ഈ വഖഫ് അമെൻമെൻറ്റിനെതിരെ അവർ വോട്ട് ചെയ്യുള്ളൂ. കാരണം നമ്മളത് കേരള അസംബ്ലി തന്നെ കണ്ടു. 140 MLA-മാരുള്ളൂ. 140 MLA-മാരും ഈ വഖഫിൻ്റെ കാര്യത്തിൽ ക്രിസ്ത്യൻസിനെ എന്നല്ല, പൊതുവിലിപ്പോൾ മുനമ്പത്തുള്ള എല്ലാവരെയും ഒറ്റയടിക്ക് വഞ്ചിക്കുന്ന രീതിയിലാണ് അവർ പെരുമാറിയത്. 140-ൽ 140 പേരും വഞ്ചനയാണ് കാണിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പാർലമെൻറ്റിലും അത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അത് തന്നെയായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. ഏതോ മറ്റേ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു MP കേരള കോൺഗ്രസിൻ്റെ ആദ്യം മുനമ്പത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ അമെൻമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ പറയണായിട്ട് പേടിച്ച് മാറി. മാത്രമല്ല ഇതൊരു നിയമ ഭേദഗതിയിലൂടെ അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. കാരണം ഇവിടെ കേരളത്തിൽ LDF ആയാലും UDF ആയി കഴിഞ്ഞാലും ആ വോട്ട് ബാങ്ക് മാത്രം നോക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. മാത്രമല്ല ഇന്ന് ഹാരിസ് ബിരാൻ രാജ്യസഭ MP-ആണ് മുസ്ലിം ലീഗിൻ്റെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ ഇതിനെതിരെ കോടതിയിൽ പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പോലും പാർലമെൻറ്റിൽ പാസ്സാക്കാൻ നമ്പർ വെച്ചിട്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇതിനെ എതിർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഇത് അന്യായമാണ് ഈ വഖഫിൻ്റെ കീഴിൽ നടക്കുന്നതെന്ന്. പക്ഷേ മറ്റ് പലയിടത്തും ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്താഹുദുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, AIMIM, ഹൈദരാബാദിലുള്ള നമ്മുടെ അസാദുദ്ദീൻ ഒവൈസി. അദ്ദേഹമൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത് മുസ്ലിംസിൻ്റെ മോസ്കും ഈദ്ഗാഹും അതേപോലെ ഖബറിസ്ഥാനും എല്ലാം തട്ടിയെടുക്കാനായിട്ടാണ് ഗവൺമെൻറ് ഈ ശ്രമം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രൊപ്പഗാൻഡ നടത്തുന്നുണ്ട്. അവരിങ്ങനെ കുറേ പ്രൊപ്പഗാൻഡ നടത്തി കഴിയുമ്പോൾ ആൾക്കാരത് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ കേരളത്തിൽ ആ പ്രൊപ്പഗാൻഡ ഇനി നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുനമ്പം പ്രശ്നം അത് തലയിലേക്ക് ആൾക്കാരെ ഇത് അടിച്ചു കയറ്റിയിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലും ഇത് ആരും ശ്രദ്ധിക്കില്ല ഈ വഖഫ് എന്താണെന്ന്. കേരളത്തിൽ പ്രത്യേകിച്ച് പത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പം തന്നെ തമസ്കരിക്കും, കിട്ടിയപാട് തമസ്കരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുനമ്പത്തേക്കാളൊക്കെ എത്രയോ വലുതാണ് അവർക്ക്. അൽ മുക്താദറിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെൻറ്റ്, മുക്താദറും പോയി പശുവും ചത്തും അവരുടെ പുളിയും പോയി എന്ന് പറഞ്ഞാൽ, എന്നാലും ആ സ്വഭാവം മാറില്ല. വാസ്തവത്തിൽ കേരളത്തിൽ ഈ വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ദീപിക മാത്രമാണ്. അതിൽ തന്നെ ഒരു ജോഷി മയ്യാറ്റിലച്ചനൊക്കെയാണ് ഇത് പറഞ്ഞ് ജനങ്ങളെ അറിയിച്ചതും ബോധവൽക്കരിച്ചത്. എക്സാക്ട്ലി അപ്പുറമാണ് അതിൻ്റെ ശരി. അത് ബോധവൽക്കരിച്ചു. ഇനി ദീപികയ്ക്ക് അല്പം റീച്ച് ആൻഡ് റേഞ്ച് ഒക്കെ കുറവാണെങ്കിലും, മനോരമയുടെ അത്രയും സർക്കുലേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ദീപികയിൽ വരുന്ന വാർത്തകൾ അപ്പം വാട്സാപ്പ് മെസ്സേജായിട്ട് എല്ലാവരുടെ അടുത്തേക്ക് എത്തി. പിന്നെ ഈ മുനമ്പത്ത് 610 കുടുംബങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ എല്ലാവരും കണ്ടു. അതുകൊണ്ട് കേരളത്തിൽ എല്ലാവരും ഇപ്പോൾ ഇതിനെപ്പറ്റി കൺവിൻസ്ഡാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അപകടം എന്നുള്ള ഒരു ചിന്ത മനുഷ്യന്. മാത്രമല്ല, ഈ ക്രിസ്ത്യൻസിന് ആരെയും ഒരു ക്രിസ്ത്യൻ MLAയും MP-നെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവർ ഈ മുസ്ലിം വോട്ട് ബാങ്ക് നോക്കിയിട്ടാണ് പെരുമാറുന്നത്. അല്ലാതെ ക്രിസ്ത്യൻസിൻ്റെ താല്പര്യമൊന്നും അവരാരും നോക്കണം ഒരു തരത്തിലും നോക്കുന്നില്ല. അപ്പോൾ ഈ കേരളത്തിൽ ഈ 20 MP-മാരും ഈ പറയുന്ന വഖഫ് നിയമ ഭേദഗതി വന്നാൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഡയറക്റ്റായിട്ട് KCBCയുടെ ഭാരവാഹികൾ പറയുകയല്ലേ ചെയ്യുന്നത്? അതായത് ഭരണഘടനാനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യാനായിട്ട് ആ ഭേദഗതിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ. അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അന്യായം മുഴുവനും ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ആണ്. നെഹ്റുവിന്റെ കാലത്തും സംഭവിച്ചിട്ടുണ്ട്, അതേപോലെ നരസിംഹ റാവുവിന്റെ കാലത്തും സംഭവിച്ചിട്ടുണ്ട്, മൻമോഹൻ സിംഗിന്റെ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. അവർ ഓരോ നിയമങ്ങൾ അങ്ങോട്ട് എഴുതി ചേർക്കാണ് ഈ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഭൂമികളൊക്കെ ഓരോരുത്തരുടെ പേരിൽ പോകാനും ഇപ്പോൾ പറയുന്നത് വഖഫ് ബോർഡിന്റെ കീഴിൽ 10 ലക്ഷം ഏക്കറുണ്ട്. ഇന്ത്യൻ റെയിൽവേസും ഇന്ത്യൻ മിലിറ്ററിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ള ഏറ്റവും വലിയ ഈ ജമീന്ദാർമാരാണ് ഈ പറയുന്ന വഖഫ് ബോർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അവസ്ഥ ഒക്കെ അതൊന്നും പ്രശ്നമല്ല. വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇവിടെ അങ്ങ് വോട്ട് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റിൻ്റെയൊക്കെ വേൾഡ് കപ്പ് നോക്കിയിരിക്കുന്ന പോലെ ഇവിടെ നോക്കിയിരിക്കുകയായിരിക്കും. പാർലമെൻറ്റ് മീറ്റിങ്ങിൽ ഇവിടുത്തെ MP-മാർ എന്താ ചെയ്യുന്നത്, ഹൈബി ഈഡൻ എന്താ ചെയ്യുന്നത്. ഹൈബി ഈഡനല്ലേ ഇതിലെ നമ്പർ 1 കൾപ്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വാട്ട് ഹാസ് ഹി ഡൺ? അവിടെ പോയിട്ട് ഈ ഇവരെ മുനമ്പത്തുകാരെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മറന്നിട്ടാണല്ലോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതേപോലെ പലരും ഈ പ്രശ്നം ഇങ്ങനെ പെരുമാറി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അത് ക്രിസ്ത്യൻസ് അതിനെപ്പറ്റി വളരെ കോൺഷ്യസ് ആണ്. കാര്യം അവർ ഇവിടെ ഒച്ചെടുക്കാനൊന്നും പോകുന്നുണ്ടാവില്ല, പക്ഷെ അവർ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇറ്റ് ഹാസ് ബിൻ ഡ്രിൽഡ് ഇൻ ടു ദെയർ ഹെഡ്. അവർ നല്ല ഭംഗിയായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മുനമ്പം പ്രശ്നവും ഹമാസ് പ്രശ്നമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ കാര്യത്തിലായാലും മുനമ്പത്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ ഇവിടുത്തെ MLA-മാർ MP-മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ മാത്രം താല്പര്യം നോക്കുന്നുള്ളൂ. അതിപ്പോൾ ക്രിസ്ത്യൻസ് ഇപ്പോൾ അവരത് കുറേ ശ്രദ്ധിച്ചു തുടങ്ങി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി മിണ്ടി കഴിഞ്ഞാൽ അവർ പറയുക ഈ കമ്മ്യൂണലിസം പറയല്ലേ, നമുക്ക് സെക്യുലറിസം അല്ലേ വേണ്ടതെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഹാരിസ് ബീരാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു ഇത് പാസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾ കോടതിയിൽ എതിർക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് തന്നെയാണ് ഇന്ത്യ മുന്നണിക്കുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ മുന്നണി IUMLന്റെ സ്റ്റാൻഡ് ആകണമെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ IUML മാത്രമല്ലല്ലോ. അപ്പോൾ അവർ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അതേ സീറ്റ് ഗ്ലോറിഫൈഡ് ഈ പറഞ്ഞ നമ്മുടെ IUML തന്നെയാണ് ഇന്ത്യ മുന്നണി എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻസിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അമളിയും മണ്ടത്തരവും അപരാധവും എന്ന് പറയുന്നത്, അവർ BJP-യെ തുടക്കം തൊട്ടേ ശത്രുവായിട്ട് കണ്ട് പ്രജഡിസ്ഡായിട്ട് ബയാസ്ഡായിട്ട് അല്ലെങ്കിൽ മുൻബുദ്ധിയോടുകൂടിയാണ് കണ്ടത്. അതാണ് ക്രിസ്ത്യൻസിനെ കേരളത്തിൽ ഏറ്റവും വലിയ ദ്രോഹമായിട്ട് ഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവിടെ BJP വന്നാലും ഈ മോഡിയും
അതേപോലെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അനിതര സാധാരണമായ വലിയ മുന്നേറ്റം ഉണ്ടാകും. അപ്പം അങ്ങനെ BJP-യോട് പണ്ടത്തെ ആ പേടിയുടെ ഒന്നും ആവശ്യം ക്രിസ്ത്യൻസിന് ഇല്ല എന്നവർ തിരിച്ചറിഞ്ഞു. മാത്രമല്ല ഈ പത്രങ്ങളൊക്കെ മറച്ചു വയ്ക്കുകയായിരുന്നു എന്നുള്ളതും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്ത്യൻസിൻ്റെ ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റം വരും. ഇനിയൊരു ഇലക്ഷൻ വരുമ്പോൾ ഈ മുനമ്പം നന്നായിട്ട് അതിൽ റിഫ്ലക്റ്റ് ചെയ്യും. തൃശ്ശൂർ ഉണ്ടായ റിഫ്ലക്ഷന് മറ്റുള്ള മണ്ഡലങ്ങളിലും വരും. അതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും KCBC ഉറച്ച ഒരു നിലപാടെടുത്തു. അതെ, കേരളത്തിലെ MP-മാർ അതിനനുസരിച്ച് പ്രവർത്തിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ. KCBC പ്രസിഡന്റ് കാർഡിനൽ മാർ ബെസിലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവയ്ക്ക് ഒരു സല്യൂട്ട് കൊടുക്കേണ്ടതാണ് കേരള ജനത മൊത്തത്തിൽ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.